ഓർമ്മകളെയും ത്യാഗങ്ങളെയും നൊമ്പരങ്ങളെയും സമർപ്പണങ്ങളും പ്രാർത്ഥനകളും പാരമ്പര്യത്തിൻ്റെ ഭാഗങ്ങളും വേദശാസ്ത്രത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത അനുഭവങ്ങളുമായി വ്യാഖ്യാനിക്കുന്ന ഒരനുഭവമാണ് നമുക്കുള്ളത്. സഹദായുടെ ഓർമ്മ പെരുന്നാളും ആ രീതിയിൽ നമ്മൾ കൊണ്ടാടുമ്പോൾ സഹദായെ ഓർക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി സഹദായുടെ സാക്ഷ്യത്തെയും ദൈവത്തിനായി അനുഭവിച്ച നൊമ്പരങ്ങളെയും ഓരോ ഘട്ടത്തിലും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പെരുന്നാളുകളുടെയും നമ്മുടെ ആഘോഷങ്ങളുടെയും ഒക്കെ അടിത്തറയെന്ന് പറയുന്നത് സമർപ്പിതമായ ആരാധനയാണ്, വിശുദ്ധ കുർബാനയാണ്. അത് ബലിവേദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അനുഭവമാണ്. ഞങ്ങളുടെ പെരുന്നാളുകളെ നിന്റെ ബലിവേദികളുമായി ചേർത്ത് നിർത്തണമേ എന്നുള്ള പ്രാർത്ഥനയിൽ പെരുന്നാളുകളും ആഘോഷങ്ങളും ബലിവേദിയിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ദിവ്യ അനുഭവങ്ങളുടെ തുടർച്ചയും അതിൻ്റെ സാക്ഷ്യങ്ങളുമായി തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. വിശുദ്ധ സഹദായുടെ ഓർമ്മ നമ്മൾ കൊണ്ടാടുമ്പോൾ, വിശുദ്ധന്മാരുടെയും രക്തസാക്ഷികളുടെയും ഓർമ്മ കൊണ്ടാടുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിൽ കൊണ്ടാടേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ദിവസം കൊണ്ടാടുന്ന പെരുന്നാളുകളെ പറ്റിയല്ല. അതുകൊണ്ടാണ് ചൊവ്വാഴ്ച സന്ധ്യയില് സീമാ നമസ്കാരത്തിൽ നമ്മൾ പാടുന്നുണ്ട്, താപത്തിൻ വൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം. എല്ലാ പെരുന്നാളുകളും താപത്തിന്റെ വലിയ ഒരു കുത്തൊഴുക്കാണ്, താപത്തിന്റെ പെരുന്നാളാണ്. അതായത് അനുതാപത്തിന്റെ സമർപ്പണവും കണ്ണുനീരിന്റെ ദൈവസന്നിധിയിലുള്ള ഒരു വലിയ നിലവിളിയുമാണ് പെരുന്നാളുകൾ. എന്ന് വെച്ചാൽ പശ്ചാത്തപിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തെ ഹൃദയംഗമായി കണ്ണുനീരോടെ സ്തുതിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും എല്ലാ യാമത്തിലും ആ പെരുന്നാളിന്റെ ദിവ്യാനുഭവം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ഓർക്കണം, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെന്ന് പറയുന്നത് ഒരു ഭാഗ്യാവസ്ഥയാണ്. പലരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരിക്കൽ സമ്പത്ത് മാത്രമല്ല, പിന്തുണ മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അത് തിരുവചനത്തിന്റെ ആദ്യകാലം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും കാലം തൊട്ട്, പിന്നീട് ഗോത്രപിതാക്കന്മാരുടെ പിൻഗാമികളുടെ കാലം തൊട്ട്, രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും കാലം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദിവ്യാനുഭവമുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ പലപ്പോഴും ഓർക്കും, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ, കരുതാൻ ആരുമില്ലല്ലോ, സഹായിക്കാൻ ആരുമില്ലല്ലോ. എന്നാൽ ഈ വിശുദ്ധന്മാരുടെ ഗണം നമ്മളെ പഠിപ്പിക്കുകയാണ്. തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ, എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥനാ ജീവിതം, ആത്മീക പോരാട്ടം മുൻപോട്ട് കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ, ആരുമില്ല, നമ്മൾ ഒറ്റപ്പെട്ടവരാണെന്ന് ചിന്തിക്കുന്ന ലോകത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണിന് കാണുന്നവർ മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി ഒരു വലിയ ഗണം എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളിപ്പോൾ ഇത്രയും പേര് ഈ ദേവാലയത്തിൽ ഇരിക്കുകയാണ്. എന്നാൽ ഈ ദേവാലയം പുതുക്കി പണിഞ്ഞിട്ടുണ്ട്, കാർപ്പറ്റുകൾ മാറിയിട്ടുണ്ട്, അലങ്കാരങ്ങൾ അത് മോടി കൂട്ടിയിട്ടുണ്ട്. എങ്കിലും മാറാത്ത ചില കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നിങ്ങളും നിങ്ങളുടെ പൂർവികരും ആത്മീക പിതാക്കന്മാരും ഒക്കെ കരഞ്ഞ കണ്ണുനീരുകൾ, പ്രാർത്ഥനയുടെ ശക്തിയുള്ള കണ്ണുനീർത്തുള്ളികൾ, അതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതൊക്കെ അഗ്നിസ്ഫുലിംഗങ്ങൾ പോലെ കിടക്കുകയാണ്. അതിൽ സ്പർശിച്ചാ നിങ്ങളും ഞാനും ആരാധനയിൽ സംബന്ധിക്കുന്നത്. എന്ന് വെച്ചാൽ ഓർത്തോണം, ഒറ്റപ്പെടുന്ന ലോകത്തിൽ, അതായത് ഒരു സെൽഫ് ഏലിനേഷൻ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതല്ല, നമ്മളൊരു വലിയ സമൂഹത്തിലാണ്, ഒരു കൂട്ടത്തിലാണ്. അപ്പനും അമ്മയും ഇല്ലെങ്കിലും, സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയാലും, പ്രിയപ്പെട്ടവരില്ലെങ്കിലും, എന്നെയും നിങ്ങളെയും ദൈവത്തോട് നിരപ്പിക്കുന്ന സഹദേന്മാരുടെ, വിശുദ്ധന്മാരുടെ ഒരു വലിയ ഗണമുണ്ട്. ആ കൂട്ടത്തിൽ പ്രഥമ ഗണനീയനായി വിശുദ്ധനായ സഹദാ നമ്മളുടെ മുൻപിലുണ്ട്. സഹദായുടെ ജീവിതം നമ്മൾ ഓർക്കുമ്പോൾ ഓർത്തോണം, 23 വർഷക്കാലം മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിരുന്നുള്ളൂ. അതായത് യൗവന തിളപ്പിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ആ യൗവനത്തിൻ്റെതും സമ്പത്തിൻ്റെതും അനുഭവത്തിൻ്റെതുമായ സുഖഭോഗങ്ങളൊക്കെ ഈ ലോകത്തിനുപേക്ഷിച്ച് ദൈവത്തിനു വേണ്ടി ആ പോരാട്ടക്കാരൻ മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ആ സഹദായെക്കുറിച്ച് സുറിയാനി പാരമ്പര്യത്തിൽ പറയുന്നത് വിശുദ്ധൻ എന്നുള്ള പദം മാത്രമല്ല, പോരാട്ടക്കാരൻ, ഭാഗ്യവാൻ എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. സഹദായുടെ പീഡന സമയത്ത് അദ്ദേഹത്തെ കഷ്ണിച്ച് കുഴിയിലിടുമ്പോഴും അദ്ദേഹം 7 തവണയാം മരണകരമായ പീഡനത്തിന് വിധേയമായത്. പോരാട്ടക്കാരാ കയറി വരിക, ഭാഗ്യക്കാരാ കയറി വരിക. ദൈവത്തിന്റെ ദൂതന്റെ വാക്കുകൾ,
തമ്പുരാന്റെ വാക്കുകളാ. പോരാട്ടക്കാരാ നീ കയറി വരിക, ഭാഗ്യവാനെ നീ കയറി വരിക എന്ന് വെച്ചാൽ ശരീരം മുഴുവൻ കീറപ്പെടുമ്പോഴും മുറിക്കപ്പെടുമ്പോഴും ഗീവർഗീസിനെ സാക്ഷിക്കുന്നത് ഭാഗ്യവാനെന്നാ. നിങ്ങൾ ഞാനുമൊക്കെ പല രീതിയിൽ മുറിവേറ്റവരാ. രോഗത്തിന്റെയും ദുഃഖത്തിന്റെയും ഞെരുക്കത്തിന്റെയും അനുഭവങ്ങളൊക്കെ നമുക്ക് ഒത്തിരിയുണ്ട്. പക്ഷേ തിരുവചനവും സഭയും നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മളുടെ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് വലിയ വീട് വെക്കുന്നതോ കൊട്ടാരം പണിയുന്നതോ ആഘോഷം നടത്തുന്നതോ ഒന്നുമല്ല. മുറിക്കപ്പെടുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും നൊമ്പരം അനുഭവിക്കുമ്പോഴും നമ്മൾ ഭാഗ്യവാന്മാരാണ്. പക്ഷേ ആ ഭാഗ്യാവസ്ഥ പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഹൃദ്യമായി സ്നേഹിക്കണം, ദൈവത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യണം. എല്ലാറ്റിനേക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിച്ച് വികാരങ്ങളെ അടക്കാൻ സാധിക്കണം. പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന. അതായത് പീഡനങ്ങളിലൂടെയും ഉപദ്രവങ്ങളിലൂടെയും കടന്നുപോയ പൗലോസിന് മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. എന്നിട്ടും തന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഒരുപാട് കുറവുകളുണ്ട്, ജഡം എന്നെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്, ഇതിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് സഹോദരന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ജഡത്തിന്റെ ആസക്തിയും മോഹവും ലോകത്തോടുള്ള പ്രതിബദ്ധതയും ഒക്കെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ, കർത്താവിനോടുള്ള ത്യാഗത്തിൽ ഉപേക്ഷിച്ച ഒരു വഴുത്താര വിശുദ്ധന്മാർ നമ്മൾക്ക് കാണിച്ചു തരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധനായ ഗീവർഗീസ് സഹദ 23 വർഷം മാത്രം ഈ ലോകത്തിൽ ജീവിച്ചിട്ട് അതിനുശേഷം എത്ര പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ, ഇവൻ സഹസ്രാബ്ദങ്ങൾ തന്നെ പിന്നിട്ടു. എന്നിട്ടും ആ ഓർമ്മ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ കവിവാചകം, മഴ പെയ്തൊഴിഞ്ഞു പക്ഷെ മരം പെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, ഭയങ്കരം കൊടുങ്കാറ്റും പെരുങ്കാറ്റോടും കൂടി ഇടിവെട്ടി ഉണ്ടായ വലിയ മഴ തോരത്തില്ല എന്ന് തോന്നി, പക്ഷെ അത് പെയ്തൊഴിഞ്ഞു. പക്ഷെ മരം പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ചിലപ്പോൾ വലിയ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം മഴയുടെ ഒരു ഗോളും കാണത്തില്ല, നല്ല ചൂടൊക്കെ വരും, വെയിലൊക്കെ വരും, സൂര്യൻ ഉദിക്കും. പക്ഷെ എന്നാലും ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ചില മരത്തിന്റെ ചുവട്ടിൽ പോയി നിന്നാൽ ഒരു കൊച്ചു കാറ്റടിക്കുമ്പോൾ ഉണ്ടാ ഒരു അനുഗ്രഹീതമായ ശീതളിമ കിട്ടത്തക്ക രീതിയിൽ ആ മഴത്തുള്ളികൾ, ആ വെള്ളത്തുള്ളികൾ നമ്മുടെ ശരീരത്തിലേക്ക് പതിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധരുടെ ജീവിതാനുഭവം അതാ. അവർ ഈ ലോകത്തിൽ ജീവിച്ചു, കർത്താവിനെ സാക്ഷിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. ഒരുപക്ഷെ അടക്കാൻ പോലും അവരെ ആരുമില്ലായിരുന്നു. അത് മരുഭൂമിയിലോ അല്ലെങ്കിൽ കാടുള്ള പ്രദേശത്തോ പർവ്വതങ്ങളുടെ വലിയ തലപ്പത്തോ ഒക്കെ കൊണ്ടവരെ കബറടക്കി. അടയാളം പോലും വെക്കാൻ പാടില്ല എന്നാ പറയുന്നത്. രക്തസാക്ഷികളും മരിച്ചാൽ, സന്യാസികളും മരിച്ചാൽ അടയാളം പോലും വെക്കാൻ പാടില്ലാതിരുന്ന ഒരു പാരമ്പര്യമാണ് ആദ്യകാല സഭയ്ക്കുണ്ടായിരുന്നത്. പക്ഷെ ഈ കല്ലറകൾ, ഇവരുടെ തിരുശേഷിപ്പിടങ്ങൾ പിന്നെ തെളിഞ്ഞു വന്നത് എങ്ങനെയാണെന്നറിയാമോ? ആളുകൾ മരുഭൂമിയിലൂടെ ചൂട് പിടിച്ച് യാത്ര ചെയ്തപ്പോൾ, തളർന്നു പോകുമ്പോൾ, ചില ഇടങ്ങളിൽ എത്തുമ്പോൾ ഉണ്ടാ ഒരു അനുഗ്രഹീതമായ ശീതളിമ, അനുഗ്രഹത്തിന്റെ അനുഭവം. അല്ലെങ്കിൽ വനത്തിലൂടെ കടന്നു പോകുമ്പോൾ, കാട് പിടിച്ച സ്ഥലത്തിലൂടെ കടന്നു പോകുമ്പോൾ രോഗം മാറുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശത്ത് നീരുറവ വരുന്നു, നല്ല പൂമരങ്ങൾ അവിടെ പൊട്ടിമുളച്ച് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അനുഭവം വരാൻ കാരണം എന്തെന്നുള്ള അന്വേഷണമാണ് ഒരു കാലത്ത് ഇവിടെ ഇങ്ങനെയുള്ളവരെ അടക്കിയിട്ടുണ്ട്, ആരും അറിയാതെ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം തെളിവായത്. സഭയുടെ ആദ്യകാല ദേവാലയങ്ങൾ യഥാർത്ഥത്തിൽ രൂപപ്പെട്ടതും അങ്ങനെ അടക്കപ്പെട്ട, അങ്ങനെ കാടുപിടിച്ച് കിടന്ന, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടന്ന തിരുശേഷിപ്പിടങ്ങളില്ല. അങ്ങനെ ആരും നോക്കാനില്ലാതെ കിടന്ന തിരുശേഷിപ്പിടങ്ങളെ പിന്നീട് കണ്ടെത്തി അസ്ഥികളെ പിതാക്കന്മാർ തിരുശേഷിപ്പുകളായി കണക്കാക്കി അതിനെ വണങ്ങി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവമാണ് സഭാ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നത്. അതെ, മഴ പെയ്തൊഴിഞ്ഞു, മരം പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണല്ലോ കവിവാചകം വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നു, ഈ ലോകത്തിൽ ജീവിച്ച വർഷങ്ങളൊന്നുമല്ല പ്രധാനം, വർഷിച്ച ജീവിതമാണ്. നിങ്ങൾ ഞാനുമൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മിടുക്കന്മാരാണെന്നുള്ള രീതിയിലാണ് ഓടുന്നത്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടമാണ്. നമ്മൾ പോയാലും നമ്മെ ഓർമ്മപ്പെടുത്താൻ നമ്മളുടെ സ്വരവും നമ്മളുടെ ഫോട്ടോകളും ഒക്കെ ഇപ്പം തന്നെ എടുത്തു വെക്കാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ എത്ര പേര് ഓർക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മരിച്ചു കഴിഞ്ഞ് 1ാമത്തെ വാർഷികം പോലും കൊണ്ടാടാൻ പലർക്കും സമയമില്ല. 5ഉം 6ഉം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം പേര് ധൂപപ്രാർത്ഥനയോ മറ്റോ നടത്തിയാലായി. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും വെച്ചേക്കണ്ട. അവർക്കധികം വസ്ത്രങ്ങളില്ലായിരുന്നു, പണമില്ലായിരുന്നു, ഒന്നുമേ ശേഷിപ്പിച്ചിട്ടില്ലായിരുന്നു. ഒരു തിരിച്ചറിയൽ കാർഡ് പോലും അന്നത്തെ സമൂഹം അവർക്ക് കൊടുത്തില്ല. പക്ഷെ ഇന്നും സഹദയന്മാരെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. സഹദ നമ്മിൽ നിന്നും എത്രയോ ദൂരെയുള്ള, കാതങ്ങൾ ദൂരെയുള്ള സ്ഥലത്ത് ജീവിച്ചു. നമ്മളുടെ നാട്ടിൽ വന്നിട്ടില്ല, ഭാഷ അറിഞ്ഞിട്ടില്ല,
നമ്മളുടെ പൂർവികരെ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിൽ തന്നെ ഓർത്തോണം, ഈ തോനക്കാട് ഈ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഒരു കാര്യം ആലോചിച്ചു. നമ്മൾ മാതാപിതാക്കന്മാരുടെ നാമങ്ങൾ ഉരുവിടുന്നതിലുപരിയായി വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ നാമം നമ്മൾ ഉരുവിട്ടിട്ടുണ്ട്. വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. സഹദായെ നമ്മൾ എപ്പോഴും അഭിസംബോധന ചെയ്യുന്നത് പുണ്യാളച്ചെന്ന. ഒന്നുമല്ലെങ്കിലും ഒരു കാര്യം ആലോചിച്ചോണം, എൻ്റെ ഗീവർഗീസ് സഹദ എന്ന് നീട്ടി വിളിച്ചില്ലെങ്കിലും എൻ്റെ പുണ്യാളച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എന്താ പുണ്യാളച്ചൻ എന്ന് വെച്ചാൽ, പുണ്യമെന്നുള്ള വാക്കിന് നന്മയെന്നർത്ഥമാണ്. പലതരത്തിലുള്ള നന്മയുണ്ട്. ഭൗതിക നന്മയുണ്ട്, ദൈവത്തിൻ്റെ നന്മയുണ്ട്. നമ്മളുടെ പുണ്യങ്ങളും നന്മകളും ഒക്കെ ഉണ്ടല്ലോ, എല്ലാം കറ പിടിച്ച തുണി പോലെ, അതിലെല്ലാം അശുദ്ധിയുണ്ട്. പ്രാർത്ഥനയിലും കണ്ണുനീരിലും ഒക്കെ കുറവുകളുണ്ട്. നമുക്കറിവില്ലായ്മകൾ ഒത്തിരിയുണ്ട്. പക്ഷേ ദൈവത്തെ സൂചിപ്പിക്കുവാൻ എപ്പോഴും ഉപയോഗിക്കുന്ന പദമാ, ഡിഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്ന ദി വെർച്യു. ദി വെർച്യു എന്ന് വെച്ചാൽ അതിന് തുല്യമായൊരു പുണ്യമില്ല, നന്മ ഇല്ല. അപ്പൊ പുണ്യാളൻ എന്ന് വെച്ചാലോ, ആളിപ്പിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പ്രോജ്വലിപ്പിക്കുന്നവൻ, സംവേദിപ്പിക്കുന്നവൻ, ശക്തീകരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. സംവേദകൻ, പ്രോജ്വലിപ്പിക്കുന്നവൻ, ആളിക്കത്തിക്കുന്നവൻ. അപ്പൊ പുണ്യാളൻ എന്ന് വെച്ചാൽ പുണ്യത്തെ ആളിക്കത്തിക്കുന്നവൻ, ആളുവാൻ തക്കവണ്ണം എണ്ണ പകർന്നു കൊടുക്കുന്നവൻ, അതിനെ വേണ്ടി കരുതുന്നവൻ, അവൻ പുണ്യാളൻ. അപ്പൊ അച്ഛനെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം തലവനെന്ന്, പിതാവെന്ന്, സംരക്ഷകനെന്ന്, അധികാരിയെന്ന് ഒക്കെ അർത്ഥമുണ്ട്. അപ്പൊ പുണ്യാളച്ചൻ എന്ന് വെച്ചാൽ പുണ്യമാകുന്ന കർത്താവിന്റെ സുവിശേഷത്തെ, അതാ കർത്താവിന്റെ പുണ്യം, കർത്താവിന്റെ സുവിശേഷമാണ്. കർത്താവിന്റെ സുവിശേഷത്തെ, കർത്താവിന്റെ നാമത്തെ ആളിക്കത്തിക്കുവാൻ, സമൂഹത്തിന് പകർന്നു നൽകുവാൻ തക്കവണ്ണം സംരക്ഷകനായി, സംവേദകനായി, ത്യാഗമനുഭവിക്കുന്നവനായി വർദ്ധിച്ചവൻ ആരോ അവൻ പുണ്യാളച്ചനാണ്. പ്രിയമുള്ളവരെ, ഗീവർഗീസ് സഹദായെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ദൈവത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന സഹദായെ കാണരുത്. എല്ലാ വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും അനുഭവം കർത്താവിനോടൊപ്പം പന്തിക്കിരിക്കുന്നവരാ, അവന്റെ ശുശ്രൂഷകരാ, ദാസന്മാരാ. കർത്താവിന്റെ സന്നിധിയിൽ പിളർപ്പിൽ മോശ നിന്നതുപോലെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി കരയുന്ന, നിലവിളിക്കുന്ന ഗീവർഗീസ് സഹദായെ നമ്മൾ കാണണം. സഹദായുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ പ്രിയമുള്ളവരെ, അതൊരാഘോഷത്തിന് വേണ്ടി മാത്രമാകരുത്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഈ ദേവാലയം വളരെ മനോഹരമായി. യഥാർത്ഥത്തിൽ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് അന്ന് പഴയ ദേവാലയത്തിലാണ് ഞാൻ ഇവിടെ ഫീൽഡ് വർക്കിന് വന്നത് ഇപ്പോഴും ഓർക്കുന്നു. ഞാനും പ്രിയപ്പെട്ട അജിയച്ചനും ഞങ്ങൾ ഒരു ബാച്ചിലായിരുന്നു. അന്ന് ഒരുമിച്ച് വന്നത് ഓർക്കുകയാണ്. അന്ന് കൊച്ചു പള്ളിയായിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ പള്ളി മനോഹരമായി. ഈ പുതിയ പള്ളി പണിഞ്ഞതിന് ശേഷവും ഞാൻ വന്നിട്ടുണ്ട്. എങ്കിലും ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ. പ്രസംഗത്തിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ആലോചിക്കുക, ഇത്രമാത്രം ഈ ദേവാലയം അലങ്കൃതമായി. പ്രിയമുള്ളവരെ, ദേവാലയം അലങ്കൃതമായിട്ട് മാത്രം കാര്യമില്ല. ദേവാലയം അലങ്കൃതമാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും അലങ്കൃതരാകണം. ഈ ദേവാലയം മൂലം ഈ സമൂഹം അലങ്കൃതമാകണം, ഈ ദേശം അലങ്കൃതമാകണം. നിങ്ങളുടെ കണ്ണുനീരുകൾ ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ പൂർവികന്മാർ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും ആ കണ്ണുനീരൊഴുക്കേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. അതുപോലെ വെല്ലുവിളികളുടെ കാലമാണ്, പ്രതിസന്ധികളുടെ കാലമാണ്. മനോഹരങ്ങളായ ദേവാലയങ്ങൾ ഇല്ലാതായി പോകുന്ന കാലഘട്ടം, ആരാധിക്കാൻ ആളുകൾ കുറയുന്ന കാലഘട്ടം, താല്പര്യം കുറയുന്ന കാലഘട്ടം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വിശുദ്ധ ബലിവേദിയിലേക്ക് നോക്കി ആരൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിച്ചവരാരെങ്കിലും മാറി നിൽക്കുന്നുണ്ടോ? മദ്ബഹാൽ ശുശ്രൂഷിച്ചവർ മാറിപ്പോയിട്ടുണ്ടോ? ഈ കുന്തിരിക്കത്തിന്റെ സുഗന്ധം ഒരു തവണയെങ്കിലും അനുഭവിച്ചവരുണ്ടെങ്കിൽ, തൃത്വനാമം ഒരു തവണയെങ്കിലും ഹൃദയത്തിൽ സ്വീകരിച്ചവരുണ്ടെങ്കിൽ, കർത്താവിന്റെ തിരുശരീരം മധുരത്തിൽ വഹിച്ചവരുണ്ടെങ്കിൽ, സഹദായുടെ മധ്യസ്ഥതയിൽ യാചിച്ചവരുണ്ടെങ്കിൽ അവരൊക്കെ തിരിച്ചു വരും. അവരൊക്കെ ഏത് സാഹചര്യത്തിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും, ദൈവത്തെ അറിയാതെ പോയിട്ടുണ്ടെങ്കിലും തിരിച്ചു വരും. തീർച്ചയായിട്ടും ഈ ഇടവകയുടെ പെരുന്നാളിന് പ്രാർത്ഥനകൾ നേരുന്നു. അനുഗ്രഹീതമായിട്ട് ഈ പെരുന്നാൾ കൊണ്ടാടി അത് നിങ്ങൾക്കും ദേശത്തിനും അനുഗ്രഹമാകുവാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടവകയുടെ വികാരി, ഞാൻ സ്വസഹോദരതുല്യം സ്നേഹിക്കുന്ന പ്രിയ ജോബച്ചൻ്റെ ക്ഷണം ഹേതുവായി. പ്രിയപ്പെട്ട ജോബച്ചൻ, അദ്ദേഹം വൈദികനാകുന്നതിനൊക്കെ മുൻപ് വളരെ ചെറുപ്രായം തൊട്ട് പ്രിയപ്പെട്ട അച്ഛനെ എനിക്ക് വളരെ അടുത്ത പരിചയവും സ്നേഹവുമുണ്ട്. തീർച്ചയായിട്ടും സൗമ്യതയോടും പ്രാർത്ഥനയോടുമുള്ള അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന് പ്രാർത്ഥനാശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട അജിയച്ഛനും ഞാനും സെമിനാരിയിലെ 5 വർഷം ഒരുമിച്ച് പഠിച്ചവരും ദീർഘകാലമായി സ്നേഹിതരുമാണ്. അച്ഛനോടുള്ള സ്നേഹം
സ്വസഹോദരതുല്യം ഞാൻ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൽവിനച്ചനോടുള്ള സ്നേഹവും ആദരവ് അറിയിക്കുന്നു. വലിയവനായ ദൈവം വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.